ഹായ്, വെൽക്കം ടു HM ഗൈഡൻസ്. ഇന്ന് നമ്മൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. അത് പാർട്ട് 4A ആർട്ടിക്കിൾ 51A പറയുന്നത്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് വീഡിയോസ് കാണുന്നതിനായി പ്ലേലിസ്റ്റ് ഭാഗത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അത് ഞങ്ങൾ കാർഡിലും എൻഡ് സ്ക്രീനിലും ആഡ് ചെയ്യാം. So let's begin. Fundamental Duties Part 4A Article 51A. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. ദെൻ ഡ്യൂറിങ് എമർജൻസി അണ്ടർ ഇന്ദിരാഗാന്ധീസ് ഗവൺമെൻറ്, അതായത് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിൻ്റെ ടൈമിലുള്ള എമർജൻസി പീരിയഡിൽ 1976 എന്താണ് 42ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് വന്നു അല്ലേ? അതിനെ നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു. ആ ഒരു ആക്ടിലൂടെ ന്യൂ പാർട്ട് 4A ആൻഡ് എ ന്യൂ ആർട്ടിക്കിൾ 51A were added to the constitution. പാർട്ട് 4A ഒരൊറ്റ ആർട്ടിക്കിളാണ് ഉള്ളത്, അതാണ് ആർട്ടിക്കിൾ 51A. അതിനകത്ത് 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ് പറഞ്ഞിരുന്നത്. പിന്നീട് 2002 86ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി കൂടി ആഡ് ചെയ്യപ്പെട്ടു. അങ്ങനെ നിലവിൽ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ് ഉള്ളത്. ശ്രദ്ധിക്കുക, 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ് നിലവിലുള്ളത്. 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2002 കുറിച്ച് പറയുകയാണെങ്കിൽ അതിലൂടെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റും ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയും കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. ഏതാണോ ഫണ്ടമെൻ്റൽ റൈറ്റ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അത് ആർട്ടിക്കിൾ 21A പറയുന്നത്. അതിൽ പറയുന്നത് ദ സ്റ്റേറ്റ് ഷാൾ പ്രൊവൈഡ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഓഫ് ദ ഏജ് ഓഫ് 6 to 14 years. ദെൻ ഇതിലൂടെ ആഡ് ചെയ്യപ്പെട്ട ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഏതാണ്? ലാസ്റ്റ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയിട്ടുള്ള 11th one. അതിനകത്ത് പറയുന്നത് ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ ഹൂ ഈസ് എ പാരന്റ് ഓർ ഗാർഡിയൻ ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ടു ഹിസ് ചൈൽഡ് ഓർ വാർഡ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 6 and 14 years. ഇതിൽ വാർഡ് എന്ന് പറയുന്നതിൻ്റെ വേർഡ് മീനിങ് എന്താ? ഒരു ഗാർഡിയൻ, പാരന്റ് അല്ലാത്ത ഒരു ഗാർഡിയൻ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു കുട്ടിയെയാണ് വാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു കോഡ് നോക്കാം. 51 അക്ഷരങ്ങൾ പഠിക്കുക എന്നത് ഓരോരുത്തരുടെയും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്. 51 അക്ഷരങ്ങൾ പഠിക്കുക എന്നത് ഓരോരുത്തരുടെയും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്. ഇതിൽ 51 അക്ഷരങ്ങൾ ഉള്ള അക്ഷരമാലയാണല്ലേ മലയാളത്തിലുള്ളത്. അപ്പം അതാണല്ലോ എല്ലാവരുടെയും എഡ്യൂക്കേഷൻ്റെ ഒരു ബേസിസ്. അപ്പോൾ 51 അക്ഷരങ്ങൾ എന്നുള്ളത് ഇംഗ്ലീഷിൽ എഴുതാൻ കാരണം 51A ആണ് ആർട്ടിക്കിൾ എന്നുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് കിട്ടി. ദെൻ ഓരോരുത്തരുടെയും എന്ന് പറയുമ്പോൾ 1+1 അല്ലേ? ഓരോരു. അപ്പോൾ 1 1 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ് ടോട്ടൽ ഉള്ളത് എന്നും കിട്ടിയില്ലേ? അപ്പോൾ 51 അക്ഷരങ്ങൾ പഠിക്കുക എന്നത് ഓരോരുത്തരുടെയും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്. ഇതിലൂടെ 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിലും ഈ ഒരു എഡ്യൂക്കേഷനെ കുറിച്ചാണ് പറയുന്നത് എന്നും ഇതിലൂടെ കിട്ടും. ഓക്കെ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കടമെടുത്തത് റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ USSR കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാക്കപ്പെട്ടത്. ഈ 2 പോയിന്റ്സും കിട്ടാൻ വേണ്ടി ഒരു കോഡ് നോക്കാം. റഷ് ഹവറിൽ സ്വർണം പണയം വെച്ചിട്ടാണെങ്കിലും ഫണ്ട് കിട്ടാൻ വേണ്ടി ശ്രമിക്കും. റഷ് ഹവറിൽ സ്വർണം പണയം വെച്ചിട്ടാണെങ്കിലും ഫണ്ട് കിട്ടാൻ വേണ്ടി ശ്രമിക്കും. റഷ് ഹവർ എന്ന് ഉദ്ദേശിച്ചത് തിരക്ക് പിടിച്ച സമയം അല്ലെങ്കിൽ അർജന്റ് ടൈം എന്നാണ്. അപ്പോൾ റഷ് എന്ന് പറഞ്ഞാൽ തിരക്ക് പിടിച്ച അല്ലെങ്കിൽ അർജന്റ് ആയിട്ട് ഉള്ള ഒരു സിറ്റുവേഷൻ. ദെൻ ഹവർ എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈം പീരീഡിനെ കാണിക്കാൻ ഉദ്ദേശിച്ചു. സോ റഷ് ഹവറിൽ സ്വർണം പണയം വെച്ചിട്ടാണെങ്കിലും ഫണ്ട് എന്ന് പറഞ്ഞാൽ പൈസ കിട്ടാൻ വേണ്ടി ശ്രമിക്കും എന്ന്. അങ്ങനെയല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു അർജന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായ പൈസ ഇല്ലെങ്കിൽ സ്വർണം പണയം വെച്ചിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കുമല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. സോ റഷ് ഹവറിന്ന് റഷ് എന്ന് റഷ്യ കിട്ടണം, സ്വർണം എന്നുള്ളതെന്ന് സ്വരൺ സിംഗ് കമ്മിറ്റി കിട്ടണം. ദെൻ ഫണ്ട് എന്നുള്ളത് Fഉം Dയും വലുതാക്കി കൊടുത്തിട്ടുണ്ടല്ലേ, അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി കിട്ടണം അവിടുന്ന്. സോ എല്ലാം കിട്ടിയില്ലേ? ദെൻ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് സിറ്റിസൺസിന് വേണ്ടി മാത്രമുള്ളതാണ്. അത് നോൺ ജസ്റ്റിഷ്യബിൾ ആണ്, അതുപോലെ ലീഗൽ സാങ്ഷൻ ഇല്ല. ഇനി നമുക്ക് 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വിശദമായി നോക്കാം. ഒന്നാമത്തേത്, കോൺസ്റ്റിറ്റ്യൂഷനെ റെസ്പെക്റ്റ് ചെയ്യണം. അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കണം. രണ്ടാമത്തേത്, സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനമേകിയ ഉന്നത ആദർശങ്ങളെ പിന്തുടരണം. മൂന്നാമത്തേത്,
ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും, അതായത് സോവറൈനിറ്റി, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി, ഇവയെല്ലാം കാത്തു സൂക്ഷിക്കണം. നാലാമത്തേത്, രാജ്യത്തിന് വേണ്ടി ഡിഫൻസ് ആൻഡ് നാഷണൽ സർവീസ് ചെയ്യാൻ എപ്പോഴും തയ്യാറായിരിക്കുക. അഞ്ചാമത്തേത്, റിലീജിയൻ, ലാംഗ്വേജ്, റീജിയൻ, സെക്ഷൻ വൈസ് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റീസ് അഥവാ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് ബ്രദർഹുഡ്, അതായത് സഹോദര്യം വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. മാത്രമല്ല സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ആറാമത്തേത്, ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ, അതായത് ഹെറിറ്റേജിനെ കാത്തു സൂക്ഷിക്കുക. ഏഴാമത്തേത്, നാച്ചുറൽ എൻവിറോൺമെന്റിനെ സംരക്ഷിക്കുകയും മികച്ചതാക്കുകയും ചെയ്യുക. സഹജീവികളോട് അനുകമ്പ വളർത്തിയെടുക്കുക. എട്ടാമത്തേത്, ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും അന്വേഷണ ബുദ്ധിയും ഡെവലപ്പ് ചെയ്യുക എന്നതാണ്. ഒമ്പതാമത്തേത്, പബ്ലിക് പ്രോപ്പർട്ടി സംരക്ഷിക്കുക, അതുപോലെ വയലൻസ് ഉപേക്ഷിക്കുക. പത്താമത്തേത്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രീതിയിൽ മാത്രമല്ല കളക്റ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെയും എല്ലാ മേഖലകളിലും മികവ് കാട്ടി രാജ്യത്തിനെ ഹയർ ലെവൽസ് ഓഫ് അച്ചീവ്മെന്റ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുക, അതായത് ഉന്നത നിലവാരം കൈവരിക്കാൻ വേണ്ടി സഹായിക്കുക. 11ാമത്തേത്, 6 മുതൽ 14 വയസ്സിനിടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നത് മാതാപിതാക്കളുടെ കടമയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഈ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഓർത്തിരിക്കാൻ ഒരു കോഡ് പഠിക്കാം. ദേശീയ ഗാനം സ്വാതന്ത്ര്യ സമര തത്വങ്ങൾ ഉൾക്കൊണ്ട് ചൊല്ലിയില്ലെങ്കിൽ പരമാധികാരം നഷ്ടപ്പെടുമെന്ന് ഡിഫൻസിലുള്ള ബ്രദർ പൈതലിനോട് പറഞ്ഞു. മാത്രമല്ല പ്രകൃതിയെയും മനുഷ്യനെയും പൊതുസ്വത്തിനെയും സംരക്ഷിച്ചാലേ എക്സലൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ടാവുകയുള്ളൂ എന്നും പറഞ്ഞു. ഈ കഥയിലെ 2 കഥാപാത്രങ്ങളാണ് മൂത്ത സഹോദരനായിട്ടുള്ള ഡിഫൻസിലുള്ള ബ്രദറും ഇളയ സഹോദരനായിട്ടുള്ള പൈതലും എന്ന് വിചാരിച്ച് വേണം ഈ കോഡ് പഠിക്കാൻ. ഇനി ഇവർ തമ്മിൽ ഉണ്ടാവുന്ന 2 അഡ്വൈസാണ് ഈ ഒരു സ്റ്റോറിയിലുള്ളത്. അപ്പോൾ നമുക്കൊക്കെ എൽഡർ ബ്രദേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ക്ലീഷേ ഡയലോഗാണല്ലേ, പോയിരുന്ന് പഠിച്ചൂടെ നിനക്കൊക്കെ എന്ന് ഉള്ളത്. അപ്പോൾ അതായത് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ഒരു അഡ്വൈസ് എന്തായാലും അവർക്ക് മസ്റ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഡിഫൻസിലുള്ള, അതായത് ഒരു സൈനികനായിട്ടുള്ള ഒരു ബ്രദറാണെന്ന് വിചാരിക്കുക, അപ്പോൾ അദ്ദേഹം രാജ്യസ്നേഹത്തെക്കുറിച്ചുള്ള ഒരു അഡ്വൈസും കൂടെ കൊടുക്കില്ലേ? അങ്ങനെയുള്ള 2 അഡ്വൈസ് കൊടുക്കുന്ന ഡിഫൻസിലുള്ള ബ്രദറാണ് ഈ കഥയിലുള്ളത്. അപ്പം ഇനി നമുക്ക് ഈ കോഡ് ഡീകോഡ് ചെയ്യാം. ദേശീയ ഗാനം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ആയിട്ടുള്ള നാഷണൽ ഫ്ലാഗ്, നാഷണൽ ആന്തം എന്നിവയെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള ഫണ്ടമെന്റൽ ഡ്യൂട്ടി കിട്ടി. സ്വാതന്ത്ര്യ സമര തത്വങ്ങൾ എന്ന് പറയുമ്പോൾ ടു ഫോളോ നോബിൾ ഐഡിയൽസ് ഓഫ് നാഷണൽ സ്ട്രഗിൾ എന്നത് കിട്ടി. ദെൻ പരമാധികാരം എന്ന് പറയുമ്പോൾ 3ാമത്തെ സോവറൈനിറ്റി കിട്ടി. ഡിഫൻസ് എന്ന് പറയുമ്പോൾ ഡിഫെൻഡ് ദ കൺട്രി എന്ന് പറയുന്ന 4ാമത്തേത് കിട്ടി. ബ്രദർ എന്ന് പറയുമ്പോൾ കോമൺ ബ്രദർഹുഡ് പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയുന്ന 5ാമത്തേത് കിട്ടി. പൈതലിനോട് എന്ന് പറയുന്നിടത്ത് ശ്രദ്ധിക്കണം, അതിന് പൈതൃകമാക്കിയെടുക്കണം. എന്നിട്ട് 6ാമത്തേത്, അതായത് റിച്ച് ഹെറിറ്റേജ് ഓഫ് അവർ കോമ്പോസിറ്റ് കൾച്ചറിനെ പ്രിസർവ് ചെയ്യണം എന്നുള്ളത് കിട്ടണം. ഓക്കെ. ദെൻ പ്രകൃതിയെയും എന്ന് പറയുമ്പോൾ നാച്ചുറൽ എൻവിറോൺമെന്റ് 7ാമത്തേത് കിട്ടി. മനുഷ്യനെയും എന്ന് പറയുന്നിടത്ത് സയന്റിഫിക് ടെമ്പർ ആൻഡ് ഹ്യൂമനിസം ആണ് അവിടെ കീവേഡ് ആയിട്ട് എടുത്തത് കേട്ടോ, മനുഷ്യനെയും എന്ന് പറയുന്നിടത്ത്. അപ്പൊ 8ാമത്തതും കിട്ടി. പൊതുസ്വത്തിനെയും എന്ന് പറയുമ്പോൾ പബ്ലിക് പ്രോപ്പർട്ടി സേഫ് ഗാർഡ് ചെയ്യണം എന്ന് പറയുന്ന 9ാമത്തത് കിട്ടി. ദെൻ എക്സലൻസ് എന്ന് പറയുമ്പോൾ ടു അച്ചീവ് എക്സലൻസ് ഇൻ ഓൾ സ്ഫിയേഴ്സ് എന്ന് പറയുന്ന 10ാമത്തത് കിട്ടി. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ 6 to 14 years വരെയുള്ള ചിൽഡ്രന് എഡ്യൂക്കേഷൻ നൽകണം എന്നുള്ള ആ ഒരു 11ാമത്തതും ലാസ്റ്റ് വൺ ആയിട്ടുള്ളതുമായിട്ടുള്ള ഫണ്ടമെന്റൽ ഡ്യൂട്ടിയും കിട്ടി. അപ്പൊ എല്ലാം കിട്ടിയില്ലേ? ഓക്കെ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കടമകളെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്